പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് സാഹചര്യം കൂടുതൽ വഷളായിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയാൽ ഇന്ത്യയോട് പോരാടി നിൽക്കാൻ പാകിസ്ഥാന് ഒരിക്കലും സാധിച്ചെന്ന് വരില്ല. അതിനാൽ തന്നെ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, 1945 ഓഗസ്റ്റിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചിരുന്നു. ഒരൊറ്റ അണുബോംബിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആ ഒരൊറ്റ സംഭവത്തിൽ നിന്ന് തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങൾ ഏതൊക്കെയായിരിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ജനസംഖ്യാ സാന്ദ്രത കൂടുതലും തന്ത്രപരമായ പ്രാധാന്യവും കാരണം ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂരു, ഹൈദരാബാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങൾ ആണവായുധത്തിൻ്റെ ആദ്യ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ പ്രധാന നഗരങ്ങളെ അപേക്ഷിച്ച് അപകട സാധ്യത കുറവ് വിദൂര പ്രദേശങ്ങളിലാണ്. എന്നാൽ ആണവായുധത്തിൻ്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് അംശങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അപകടങ്ങളെ ഇവർ അഭിമുഖീകരിക്കേണ്ടി വരും.